ഹായ് ഓൾ. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സാധനങ്ങളുടെ വില, പ്രധാനമായും ഭക്ഷ്യവസ്തുക്കളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള വില വർധനവിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പണപ്പെരുപ്പം തന്നെയാണ്. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും അതുമൂലം കൺസ്യൂമറുടെ പർച്ചേസിംഗ് പവർ, ഉപഭോക്താവിന് ആ സാധനം മേടിക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണമായി നമ്മൾ പറയുന്നത് പണം പെരുപ്പം, ഇക്കോണമിയിൽ പണത്തിന്റെ മണി സപ്ലൈ കൂടുന്നു എന്നുള്ളതാണ്. ഇനി ഇൻഫ്ലേഷന്റെ പ്രധാനപ്പെട്ട തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണാം. ഇൻഫ്ലേഷനെ അതിന്റെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് അഥവാ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ എത്ര വേഗത്തിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എത്രയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും പലതായി തരംതിരിച്ചിരിക്കുന്നു. കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഇൻഫ്ലേഷനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു: ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും. ആദ്യമായി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണ് എന്ന് നോക്കാം. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിൽ സാധനങ്ങളുടെ ഡിമാൻഡ് അതിന്റെ സപ്ലൈയെ അധികരിക്കുന്ന സാഹചര്യത്തിലാണ് ആ സാധനത്തിന്റെ വില കൂടുതലാവുകയും ക്രമാതീതമായി വർദ്ധിക്കുകയും അത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് ഇക്കോണമിയിൽ ഒരു സാധനത്തിന്റെ സപ്ലൈയേക്കാൾ കൂടുതൽ അതിന്റെ ഡിമാൻഡ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അടുത്തതായി കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സാധനത്തിന്റെ ഉൽപാദന ചെലവിലുണ്ടാവുന്ന വർധനവ് അതിന്റെ വിലയിൽ റിഫ്ലക്ട് ചെയ്യുന്ന സാഹചര്യം. അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ സാധനത്തിന്റെ ഉൽപാദന ചെലവിന്റെ ഭാഗമായി അത് പ്രൊഡ്യൂസ് ചെയ്യാനായി എംപ്ലോയ് ചെയ്തിരിക്കുന്ന തൊഴിലാളികൾക്ക് വേതനം കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് ചിലപ്പോൾ വിലകൾ വർദ്ധിച്ചേക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം അതിന്റെ ആ ഉൽപാദനം ചെയ്ത ഉൽപ്പന്നത്തിന്റെ വിലയിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും. ആ സാഹചര്യത്തിൽ അതിന്റെ വില വർദ്ധിക്കുന്നു. അതിനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഫ്ലേഷനെ അതിന്റെ സ്പീഡിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പലതായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു വർഷം ആനുവലി 3% വരെ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതിനെ ക്രീപ്പിംഗ്, എഴയുന്ന ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ ഒരു 10% വരെ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ 10% മുതൽ 100% വരെ വാർഷികമായി ആനുവലി ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്ന ഒരു ഇക്കോണമിയിൽ നമ്മൾ പറയും അവിടെ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് ഇക്കോണമി ഭയങ്കരമായിട്ടുള്ള ഒരു വില വർധനവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സാഹചര്യമാണ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ. അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള, അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. പലപ്പോഴും പല രാജ്യങ്ങളുടെയും കറൻസി അതിന്റെ പതനത്തിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ മൂലം സംഭവിച്ചിട്ടുണ്ട്. അത് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മാസം തന്നെ പെർ മന്ത് 50% കൂടുതൽ, 50%-ലധികം ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടാവുന്നതിനെയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് ഇൻഫ്ലേഷനെ അതിന്റെ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. പ്രധാനമായും ഇന്ത്യയിൽ നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 ഇൻഡെക്സുകളുണ്ട്: കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. ഈ 2 ഇൻഡെക്സുകളാണ് പ്രധാനമായും നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഇനി ഇൻഫ്ലേഷൻ എന്താണെന്നും അതിന്റെ പല തരങ്ങൾ ഏതൊക്കെയാണെന്നും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നത് ഇൻഫ്ലേഷന്റെ പ്രധാനപ്പെട്ട എഫക്ട്സ്, ഇൻഫ്ലേഷൻ മൂലം ഇക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ആദ്യമായി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്യൂമറുടെ പർച്ചേസിംഗ് പവർ, ഒരു ഉൽപാദനം നടത്തി ഒരു ഉൽപ്പന്നം ഉണ്ടായി കഴിയുമ്പോൾ ആ ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള കൺസ്യൂമറുടെ കഴിവിനെ ഇൻഫ്ലേഷൻ ദോഷകരമായി ബാധിക്കുന്നു. അതായത് വില കൂടുന്നത് കൊണ്ട് തന്നെ പല കൺസ്യൂമേഴ്സിനും ആ പറയുന്ന കമ്മോഡിറ്റി മേടിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു അഫോർഡബിലിറ്റി കുറഞ്ഞു വരുന്നു. അതിനെ നമുക്ക് റെഡ്യൂസിങ് പർച്ചേസിംഗ് പവർ എന്ന് പറയാം. അതോടൊപ്പം തന്നെ സേവിങ്സ് കുറയുന്നു. കാരണം സാധനങ്ങളുടെ വില കൂടി, അതുകൊണ്ട് സാധനങ്ങൾ കൂടുതൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നേ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ മേടിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പണം ആവശ്യമായിട്ട് വരുന്നു. അത് സേവിങ്സിനെ കുറയ്ക്കുകയും സ്പെൻഡിങ് കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത ചിലവുകളുടെ വർധനവുണ്ടാവുന്നു. ഇൻവെസ്റ്റ്മെന്റുകൾ കുറയുന്നു. കാരണം ഇൻവെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിരിക്കുന്ന പണവും കൂടി എടുത്തിട്ട് കൺസംഷന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇക്കോണമിയിൽ കൂടുന്നു. ഇൻഫ്ലേഷനെ കുറയ്ക്കുന്നതിന് വേണ്ടി പലപ്പോഴും സെൻട്രൽ ബാങ്കുകളൊക്കെ ഇത്തരം പോളിസികൾ സ്വീകരിക്കാറുണ്ട്. പിന്നെ അത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ വിലക്കയറ്റം എന്ന് പറയുന്ന സാഹചര്യം സമൂഹത്തിൽ ഇക്കണോമിക് ഇൻഇക്വാലിറ്റീസ്, അസമത്വങ്ങളിലേക്ക്
വഴിവെക്കുന്നു. പിന്നെ ഇത് ഇക്കോണമിയുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് മെൻഷൻ ചെയ്യേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇൻഫ്ലേഷൻ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് ഇൻഫ്ലേഷൻ ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ എല്ലാ ഇക്കോണമിക്കും അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് താങ്ങാൻ കെൽപ്പുള്ള ലെവൽ ഓഫ് ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, ഒരു ഇൻഫ്ലേഷൻ ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4% വരെയൊക്കെയുള്ള ഇൻഫ്ലേഷൻ ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ചയ്ക്കാണ് കാരണമാവുന്നത്. കാരണം ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കോണമിയിൽ ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ, ചോദന ഉണ്ടാവുകയുള്ളൂ. ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റും പ്രൊഡക്ഷനും ഒക്കെ നടക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇക്കോണമി ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ ഇൻഫ്ലേഷന് ഗ്രോത്തിന്റെ മേലെ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. ഒരു നിശ്ചിത പരിധി വരെയുള്ള ഇൻഫ്ലേഷൻ കൊണ്ട് ഇക്കോണമിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതേസമയം ആ പരിധി വിട്ടു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇക്കോണമിയുടെ ഗ്രോത്തിനെ ദോഷകരമായി ബാധിക്കും. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ മൂലം ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഇൻഫ്ലേഷന്റെ എഫക്ട്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. ഇനി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഇക്കോണമിയുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ മനസ്സിലാക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇക്കോണമിയുടെ ഒരു സന്തുലിതമായ ഒരു മുന്നേറ്റത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഇൻഫ്ലേഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.